പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി ആമേൻ, ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞാനൊരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആമേൻ 60-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അത് മൊത്തം വായിക്കുന്നില്ല, ഒരു ചെറിയ ഭാഗം മാത്രം. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പേ പഴയ നിയമത്തിലെ ശക്തനായ വലിയ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ യെശയ്യാവ് പ്രവചിച്ച ശക്തമായ പ്രവചന സന്ദേശമാണ് നാം വായിച്ചു കേട്ട ഭാഗം എന്ന് പറയുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലെ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകുമെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, സകല ഭൂമിയും അന്ധകാരത്തെ മൂടപ്പെട്ട് കിടക്കുക. നമുക്കറിയാം, നാം പകലാണ് സഞ്ചരിക്കുന്നത്, ജീവിക്കുന്നത്. ഞാൻ പകലാണ്, സൂര്യൻ്റെ പ്രകാശത്തിലാണ് ഈ സന്ദേശങ്ങളൊക്കെ കൈമാറുന്നതെങ്കിലും ആത്മീയമായി ചിന്തിച്ചാൽ സകല ലോകവും അന്ധകാരത്തിൽ കിടക്കുക. അന്ധകാരം എന്ന് പറയുന്ന പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ ദൈവസ്നേഹം നഷ്ടപ്പെട്ട് അവൻ ഇരുളിൻ്റെ ആധിപത്യത്തിലേക്ക്, ഇരുളിൻ്റെ അധിപനായിരിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി. അങ്ങനെ സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു എന്ന് പറഞ്ഞ പോലെ സകല ജനത്തിന്മേലും കുടുംബത്തിന്മേലും ദേശത്തിന്മേലും അന്ധകാരം കൂരിടുക. അതിൽ നിന്നൊരു മോചനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ, പ്രവാചകൻ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നാം അന്ധകാരത്തിലും കൂരിടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാതെ നാം ദൈവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ യഹോവ നമ്മുടെ മേൽ ഉദിക്കും, അവൻ്റെ തേജസ്സും നമ്മുടെ മേൽ പ്രത്യക്ഷമാകുന്ന. ഹല്ലേലൂയ. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ, രക്ഷിക്കപ്പെട്ട് അഥവാ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് അന്ധകാരത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, കൂരിട്ടിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നാം കർത്താവായ യേശു ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിൽ നാം വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ സാത്താൻ നമ്മുടെ മേൽ കൊണ്ടുവരുന്ന അന്ധകാരത്തെയും കൂരിട്ടെയും ദൈവം മാറ്റിയിട്ട് ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വരും. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഒരു ഇരുളുകൾക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. കുടുംബം ഇന്ന് സമാധാനം ഇല്ലാതെ അന്ധകാരത്തിൽ ഇരുളിലുവാ. അധ്വാനിക്കുന്ന പണം മുഴുവൻ നമ്മുടെ സഹോദരന്മാർ മദ്യപിച്ചും അതുപോലെ ചൂതാട്ടത്തിന് കൊടുത്തും ലോട്ടറി എടുത്തും എന്ന് വേണ്ട വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം കയ്യിലൊന്നുമില്ലാതെ നിരാശനായി ദുഃഖിതനായി മാറുന്ന അനുഭവമുണ്ട്. ഭവനത്തിനകത്ത് മക്കൾ ലഹരിക്കടിമകളായി അന്ധകാരം കൂരിട്ടിട്ട് ഭവനത്തിനകത്ത് നിരന്തരമായി പോലീസും എക്സൈസും ഫോറസ്റ്റും വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഇതെല്ലാം അന്ധകാരമാണ് കേട്ടോ, കൂരിള്ള. അതുപോലെ എത്ര അധ്വാനിച്ചാലും വീട്ടിലേക്ക് കൊണ്ടുവരുവാനില്ല. അതെല്ലാം ചൂതാട്ടത്തിനെ കളഞ്ഞ് നശിപ്പിച്ച് ജീവിതം അന്ധകാരത്തിലേക്കും കൂരിട്ടിലേക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകാതെ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് പണിതെടുക്കണം. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ഒരിക്കൽ പൗലോസും ശീലാസും ഫിലിപ്പിയിലൂടെ കടന്നു ചെല്ലുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി അന്ധകാരമായി ഇരുന്നിട്ടൊരു വെളിച്ചപ്പാടത്തെ കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 16:16 വായിക്കുമ്പോൾ വെളിച്ചപ്പാടത്ത് സ്ത്രീ, അവൾ ലക്ഷണം പറയുന്നവരാണ്. പൗലോസിനെയും ശീലാസിനെയും ഒക്കെ കണ്ടപ്പോൾ ഇവർ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, ഇവർ ദൈവത്തിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് പൗലോസിനെയും ശീലാസിനെയും മുഷിപ്പിച്ചു. പൗലോസ് തിരിഞ്ഞ് അവളെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? അവളിലുള്ള ഭൂതം വിട്ടുപോയി, അവൾ സ്വതന്ത്രമായി മാറി. അവൾ വെളിച്ചപ്പാടത്തെയാണ്, ലക്ഷണം പറയുന്നവളാണ്. അവൾ സകല ജനത്തെയും അന്ധകാരത്തിലും കൂരിലേക്കും കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സകല ജനത്തെയും കൂരിലേക്ക് അന്ധകാരത്തിലേക്കും കൊണ്ടുപോകുന്ന അനവധി മാനുഷികമായ ശക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ അവരുടെ വാക്ക് കേൾക്കരുത്, അവരുടെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്, അവർ പറയുന്നതിനകത്ത് നിങ്ങൾ പ്രലോഭനത്തിൽ വീടരുത്. പൗലോസ് അവളെ ശാസിച്ചു, അവളുടെ മേലുള്ള ഭൂതം വിട്ടുപോയി, അവളുടെ ദേഹത്ത് അധിവസിച്ച അശുദ്ധാത്മാവ് കർത്താവ് നീക്കി. ഹല്ലേലൂയ. അത് നിങ്ങളെ തകർക്കുന്ന ഒരു അശുദ്ധാത്മാവുണ്ട്. ആ അശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ശാസിച്ച് അകറ്റുവാൻ കഴിയണം. ഹല്ലേലൂയ. അതിനുള്ളൊരു അധികാരം ദൈവം നിങ്ങൾക്ക് തരികയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏതെങ്കിലും ബന്ധനത്തിനകത്ത് അകപ്പെട്ട് കിടക്കുകയാണോ? അന്ധകാരമാണോ നിൻ്റെ ജീവിതം? കൂരിട്ടാണോ നിൻ്റെ ജീവിതം? അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഒന്ന് വിധേയപ്പെട്ട് കൊടുത്താൽ മതി. സ്തോത്രം.
അപ്പം വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള ദുരാത്മാവ് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ യജമാനന്മാർക്ക് കിട്ടിയിരുന്ന ലാഭം പോയതുകൊണ്ട് പൗലോസിനെയും ശീലാസിനെയും ഒക്കെ പിടിച്ചെന്ത് ചെയ്തു? വളരെ ഉപദ്രവിച്ചടിച്ച് ചന്തസ്ഥലത്തൂടെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലാക്കി കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ഹല്ലേലൂയ. എന്നാൽ കാരാഗ്രഹം എന്ന് പറയുന്ന അന്ധകാരത്തിൽ പൗലോസിനെയും ശീലാസിനെയും ഇട്ട് പൂട്ടിയെങ്കിലും പൗലോസും ശീലാസും എന്താണ് ചെയ്തത്? അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിക്ക് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ലോകം കണ്ടിട്ടില്ലാത്തതും ഇന്നുവരെ ഉണ്ടാകാത്തതുമായ വലിയൊരു ഭൂകമ്പം ആ കാരാഗ്രഹത്തിലുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും അടക്കമുള്ള എല്ലാവരുടെയും കൈമേലുള്ള ചങ്ങല അഴിഞ്ഞുപോയി എന്ന് അപ്പോസ്തലപ്രവൃത്തി 16:25 വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അതുവരെ കാരാഗ്രഹത്തിൽ കിടന്നവരെല്ലാം അന്ധകാരത്തിലായിരുന്നു, കൂരിരുട്ടിലായിരുന്നു. കാരാഗ്രഹ പ്രമാണിയും കൂരിരുട്ടിലായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന സകല ജനത്തിൻ്റെയും അന്ധകാരവും കൂരിലും മാറി. മാത്രമല്ല കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിലേക്ക് അന്ധകാരവും കൂരിലും മാറി. ആമേൻ. ദൈവം യഹോവ അഥവാ യേശുക്രിസ്തു അവരുടെ മേൽ ഉദിച്ചു. ദൈവത്തിൻ്റെ തേജസ്സും അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ സ്വതന്ത്രരായി മാറി. ഹല്ലേലൂയ. നമുക്ക് ആ വേദപുസ്തക ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്കരെ നിങ്ങളെ തകർക്കുവാൻ ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്. ആ ദുഷ്ടശക്തികളെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ദുഷ്ടൻ നിങ്ങൾക്ക് നേരെ തീയമ്പുകളുമായി കടന്നു വരുമ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ തകർക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 119 സങ്കീർത്തനം 62 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. അപ്പം ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി വെളിപ്പെടാൻ വേണ്ടി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന അല്ലെങ്കിൽ ഒരു അനുഭവം. അതുകൊണ്ട് നിന്റെ മേൽ അന്ധകാരവും കൂരിട്ടും വന്ന് മൂടി ഇരുളിൻ്റെ അനുഭവത്തിലാണെങ്കിൽ 23 സങ്കീർത്തനം 5 വാക്യം പറയുന്നത് പോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അന്ധകാരത്തെയും കൂരിലിനെയും ഇരുട്ടിനെയും മാറ്റി തരാൻ ദൈവം വിശ്വസ്തനാകട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സകല കുടുംബങ്ങളും അന്ധകാരത്തിലാണ്, സകല വ്യക്തികളും അന്ധകാരത്തിലാണ്. ഏതാണ് ഈ അന്ധകാരം? കൂരിൽ പാപമാണ്. പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നതിനു കൂടി അവൻ്റെ ജീവിതം അന്ധകാരമായി മാറി. ചില കുടുംബത്തിനകത്തൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, എൻ്റെ പാസ്റ്ററെ കുടുംബം മുഴുവൻ അന്ധകാരമാണ്, ഇരുളിൻ്റെ അനുഭവമാണ്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്, ഞങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോട് പറയും, പാപം നിൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയണം, പാപത്തെ നീ അടിമപ്പെടരുത്. പാപം നിൻ്റെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകും, കൂരിലേക്ക് കൊണ്ടുപോകും. അത് നീ ഇട്ട് പുറത്തു വരുന്നെങ്കിൽ നിൻ്റെ കുടുംബത്തിനകത്ത് യഹോവ ഉദിക്കും. മാത്രമല്ല ആ ദൈവത്തിൻ്റെ പ്രകാശവും നിങ്ങളുടെ മേൽ വരും, അവൻ്റെ തേജസ് നിങ്ങളുടെ മേൽ പ്രത്യക്ഷമാകും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ലോകത്തിൽ ഒരു സംഭവമല്ല. 99% ജനങ്ങളും അങ്ങനെ. ഇനി 99% ജനങ്ങൾ 1% നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണോ? അല്ല. 100% കുടുംബങ്ങളും അന്ധകാരത്തിലും കൂരിലുമാണ്. പാപമാണ് അവരുടെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അന്ധകാരവും കൂരിട്ട് അവരുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അവർ പലപ്പോഴും രോഗത്തിനും മരണത്തിനും വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതം തകർത്ത് കളയാതെ ക്രിസ്തുവിന് വിട്ടുകൊടുക്ക്. വചനം വായിക്കുന്ന അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. അത് ഈ വചനം നിൻ്റെ ജീവിതത്തിൽ ഇത് പകൽ അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോകരാജ്യങ്ങളുള്ള സകല ജനങ്ങളും അവരുടെ കുടുംബവും അവരുടെ തലമുറയും അന്ധകാരത്തിനും കൂരിലും കിടക്കുന്ന ആ അനുഭവത്തിൽ വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറുവാൻ, ആ പാപത്തിൻ്റെ കെട്ടുകളഴിഞ്ഞ് ചങ്ങലയഴിഞ്ഞ് കാരാഗ്രഹത്തിൽ വെളിച്ചം വീശ ദൈവമേ, എല്ലാ കുടുംബങ്ങളിലേക്കും വെളിച്ചം വീശുവാട്ടയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.